ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് അഭിഷേകത്തോടെ പാടി പ്രാർത്ഥിക്കാം. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്റെയും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ശ്രമിച്ച് പാടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം, അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ മക്കളെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ വചന ശുശ്രൂഷയിലെ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ നൽകണമേ. കർത്താവിന്റെ വചനം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ സ്വീകരിച്ച് ഈ കാലഘട്ടത്തിലെ കർത്താവിന്റെ സാക്ഷിയാകാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവേ നന്ദി. ഹല്ലേലൂയ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഇപ്പൊ അനുഭവത്തിലൂടെയും ദൈവവചനം വരാം. അനുഭവത്തിലൂടെയും ഇക്കാലത്തും സംഭവിക്കാം. ഇക്കാലത്തും നമ്മളുടെ ഓരോ അനുഭവവും കർത്താവ് വെളിപ്പെടുത്തിയ ഓരോ വചനത്തിന് പലപ്പോഴും അനുപേക്ഷണവും അതുപോലെ തന്നെ അതിനോട് സാധർമ്യമുള്ളതും തത്സമമോ തത്ഭവമോ ഒക്കെ ആയിട്ട് വരുന്ന അനുഭവങ്ങളാണ്. എല്ലാ അനുഭവങ്ങൾക്കും ഉണ്ടാവും. അതാണ് നമ്മൾ വചനം, ഇപ്പോൾ എഴുതപ്പെട്ട വചനങ്ങൾ കൃത്യമായി ധ്യാനിക്കണ കാരണം ഈ അനുഭവങ്ങൾ തുടരുകയല്ലേ. മനുഷ്യനുള്ളിടത്തോളം കാലത്തിനൊപ്പം മനുഷ്യനും അവൻ്റെ അനുഭവങ്ങൾ സഞ്ചരിച്ച് അതിലൂടെയാണ് ദൈവാനുഭവം ഉണ്ടാകുന്നത് ഇക്കാലങ്ങളിലെ. അപ്പം നമ്മൾക്ക് ഓരോ വചനത്തിനും, എഴുതപ്പെട്ട ഓരോ വചനത്തിനും നമ്മുടെ അനുഭവങ്ങളോടുള്ള സാധർമ്മ്യതയുണ്ട്. അത് കണ്ടെത്തുമ്പോഴാണ് ദൈവം നമ്മളിലൂടെ ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. ഇപ്പോൾ ദൈവവചനം വായിച്ച് കഴിയുമ്പോൾ ലിറ്ററജിയിൽ നമ്മൾ പറയാം ദൈവവചനമാണ് നമ്മൾ കേട്ടത് എന്ന്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ ഓരോ അനുഭവത്തിലൂടെ അതാണ് സംഭവിക്കുന്നത്. ദൈവവചനമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. ഓരോ അനുഭവം, കഴിച്ചതായ അനുഭവമായാലും നല്ല അനുഭവമായാലും അത് കഴിയുമ്പോൾ ദൈവവചനമാണ് നമ്മൾ കേട്ടത് അല്ലെ കണ്ടത് എന്ന് പറയാൻ ഒരു വിശ്വാസി കഴിയുകയും ഓട്ടോമാറ്റിക്കലായിട്ട് ദൈവവചനത്തോട് നന്ദി പറയാം. അനുഭവമാകുന്ന ദൈവവചനത്തോട് നന്ദി പറയാൻ നമുക്ക് കഴിയണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ,
അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നലെ രാത്രി അനുഭവത്തിൻ്റെ സുവിശേഷത്തിലൂടെ പോവുകയാണ് നമ്മൾ. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ സൂചിപ്പിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി എനിക്കൊരു അനുഭവം ഉണ്ടായി. സത്യം പറഞ്ഞാൽ എൻ്റെ ശരീരമേ ചില സമയത്ത് ചൂടാകും. എൻ്റെ ഇന്ത്യയിലെ ഓർഗൻസിന് എന്തോ എവിടെയോ ഒക്കെ ഒരു ചെറിയ ഡാമേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ചൂടാകണത്. ഞാനിത് ഈശോയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈശോ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെയാണ്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഈ രോഗം നീ എടുത്ത് മാറ്റാൻ ഉദ്ദേശിക്കണില്ല, നിനക്കെൻ്റെ കൃപ മതി. കാര്യം ഇത് കൃപാസനമാണല്ലോ. അപ്പോൾ കൃപയ്ക്കാണ് ഇവിടെ കർത്താവിന് പ്രാധാന്യമുള്ളത്. അപ്പോൾ എങ്ങനെ ഏത് വകുപ്പിലൂടെ ആയാലും കൃപയാർജിക്കാനുള്ള മാർഗമുണ്ടോ എന്നാണ് എന്നെപ്പോലെയുള്ള ആൾക്കാർ അന്വേഷിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ചൂടായി, എനിക്ക് ഉറക്കമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത സംഗതി അവിടെ കുഴപ്പത്തിലാവും. കാര്യം ഇന്ന് ശുശ്രൂഷയുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഉറക്കം വന്നില്ലെങ്കിൽ രാവിലെ ശരം പൊള്ളണ പോലെ തോന്നി, രാത്രി ഉറങ്ങാൻ പറ്റില്ല. തിരിച്ചും മറിഞ്ഞും കിടക്കുക തന്നെ ഈ 7 മണിക്കൂർ തന്നെ പരിപാടി. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്നറിയാമോ? ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും? ശരീരം ഭയങ്കര ടയർഡായിരിക്കും അല്ലേ? അപ്പോൾ എന്തിനാണ് ഉറങ്ങണത്? നമ്മൾ ഫ്രഷാകാൻ വേണ്ടി ഉറങ്ങണത്. ഉറങ്ങിയില്ലെങ്കിൽ എന്ത് പറ്റും? ഫ്രഷ് ആകത്തില്ല, ഊർജ്ജം ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാനോടത്ത് ഇന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ആകപ്പാടെ കൊളാപ്സായി പോകുമെന്ന്. പക്ഷേ ഞാൻ ഒരു രസമുള്ളത്, ഈ രാത്രി 12 മണി കഴിഞ്ഞിട്ടും ഞാനിങ്ങനെ ശരീരം ഇങ്ങനെ പുള്ളി ഉണക്കം വരാതിരിക്കുമ്പോഴൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്താണെന്നറിയാമോ? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ ഈശോ ഉണ്ടല്ലോ, ഈശോനെ കാണുമ്പോൾ മാത്രമല്ല നമുക്ക് ഈ ദിവ്യാരാധന നടത്താനതേ. ഈശോയുടെ പല രൂപങ്ങളുണ്ടല്ലോ. പീഡിതർ ഈശോയുടെ രൂപമാണ്, ശരീരം പൊള്ളുന്ന രൂപം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും. അപ്പോൾ ഞാൻ എന്തുമാത്രം പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു 500 പ്രാവശ്യമെങ്കിലും പറഞ്ഞു കാണും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ കർത്താവിൻ്റെ ശരീരം കാണുമ്പോൾ നമ്മൾ എന്താ തോന്നണത്? നമ്മൾ ആരാധനയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കർത്താവിൻ്റെ പീഡ നമ്മൾ അനുഭവിക്കുമ്പോൾ അത് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ കാഴ്ചവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ആരാധന പ്രകരണമാണത്. എന്താണ്? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് വെളുപ്പിന് ഏതോ സമയത്ത് മയങ്ങിപ്പോയി കാണും. ഞാനൊരു 7 മണിക്കായി ഇന്ന് താമസം എഴുന്നേറ്റ് 6:45 അപ്പോൾ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കട്ടിലിരുന്ന് ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഓർത്ത്, ദൈവമേ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, എനിക്ക് കുഴപ്പമൊന്നും. അല്ലേ, ഞാനോർത്ത് ഭയങ്കര ഡെഡ് ബോഡി പോലെ ആയി പോകുന്ന വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇവിടെ ഭയങ്കര സ്മാർട്ടായിട്ടിരിക്കുകയാണ്, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അത് പക്ഷേ എന്നെ ചിന്തിപ്പിച്ചു. എന്താ ചിന്തിപ്പിച്ചതെന്ന് അറിയാമോ? അതായത് ഞാൻ ലക്ഷ്യം വെച്ചത് എന്താ, എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള മോർണിംഗ് കിട്ടണം, കർത്താവിൻ്റെ ശുശ്രൂഷയുള്ളതാണ്, മിടുക്കനായി ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ ഉറക്കം വരാതിരിക്കുമ്പോൾ ഞാൻ ടയേർഡായി പോകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വിഷമിച്ചത് രാത്രി. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ പറ്റി ഞാൻ ഫ്രഷാണ്. ആസിഫ് ഐ ഹാഡ് എ ഗുഡ് സ്ലീപ്പ്. ഞങ്ങൾക്ക് നല്ല ഒരു ഉറക്കമുണ്ടായിരുന്ന പോലെ ഞാൻ ഫ്രഷാണ്, ഊർജ്ജസ്വലനാണ്. അപ്പോൾ ഞാൻ കർത്താവിന് വീണ്ടും നന്ദി പറഞ്ഞു. ഞാൻ ഇതെന്താ ഇപ്പോൾ പറയാൻ കാരണം എന്നറിയാമോ? നമ്മൾ ആഗ്രഹിക്കണതൊന്ന്, ദൈവം ലക്ഷ്യം വെക്കുന്നത് വേറെ ഒന്ന്. എല്ലാം ആഗ്രഹം ഉണ്ടാവും, ആഗ്രഹത്തിനെല്ലാം ഒരു ലക്ഷ്യം ഉണ്ടാവും. നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതേസമയം തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ആഗ്രഹത്തിനെല്ലാം ഒരു ലക്ഷ്യമുണ്ടാകും. ചിലപ്പോൾ ആഗ്രഹം നടക്കത്തില്ല, ആഗ്രഹം നടക്കത്തില്ലെങ്കിലും ലക്ഷ്യം നടക്കും. എൻ്റെ ആഗ്രഹം എന്തായിരുന്നു? എൻ്റെ ആഗ്രഹം എന്താ? ഉറങ്ങണം. അപ്പോൾ ഉറങ്ങണതിൻ്റെ ലക്ഷ്യം എന്താ? ഊർജ്ജസ്വലനായിട്ട് രാവിലെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ രാവിലെ എനിക്ക് എൻ്റെ ആഗ്രഹം നടന്നില്ല, ഉറങ്ങാൻ പറ്റില്ല. പക്ഷേ രാവിലെ ഇരുന്ന് ഞാൻ ഊർജ്ജസ്വലനായിരുന്നു, ലക്ഷ്യം നടന്നു. എൻ്റെ പേര് സംഗീത, ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി തന്നെ ഏറ്റവും അയോഗ്യയായ എന്നെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിയിൽ നിർത്തിയ അമ്മയ്ക്ക് 1000 നന്ദി. എനിക്കതിനുള്ള യോഗ്യതയില്ല. ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ പോലും സാക്ഷ്യം പറയുവാനുള്ള ഒരു മൈൻഡൊന്നും അല്ലായിരുന്നു. അച്ഛൻ്റെ ക്ലാസ് കേട്ടതിൻ്റെ ഇടയിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു,
4ഉം 5ഉം ഉടമ്പടി പുതുക്കിയിട്ടും സാക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ദൈവം നായിക്കാട്ടത്തിൻ്റെ വിലയാണ് തന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഒന്നും ആയില്ലല്ലോ മാതാവേ, ഞാൻ എന്ത് പറയുന്നത്? അപ്പം മാതാവ് എൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് ഓർമ്മപ്പെടുത്തി തന്നു. അതായത് പുതുക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി സാക്ഷ്യം പറയാൻ വേണ്ടി ഒരുങ്ങിയത്. എനിക്ക് മാതാവ് തന്ന അനുഗ്രഹം എന്ന് പറയുന്നത് 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം കുറേ ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മാതാവിൻ്റെ അടുത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആ സാഹചര്യത്തിൽ എനിക്കൊരു ഡെങ്കു ഫീവർ അഫക്റ്റ് ചെയ്തു. അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്ത് ബ്ലഡ് കൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10 ഡേയ്സൊക്കെ അഡ്മിറ്റായിരുന്നു. ഒരു 8 ഡേയ്സ് ആയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഭയങ്കര കൗണ്ട് കുറവാണ്, എത്ര ബ്ലഡ് കയറ്റിയിട്ടും കൗണ്ട് കയറുന്നില്ല, ടാബ്ലറ്റ്സ് എടുത്തിട്ടും കൗണ്ട് കയറുന്നില്ല, ICU പോകേണ്ട സ്റ്റേജ് വരെ എത്തി. ഇനിയും കുട്ടി കുറച്ചെങ്കിലും ഓക്കെ ആയിട്ടുള്ളത് അത് മിറാക്കിൾ തന്നെയാണ്, പക്ഷെ ഭയങ്കര ലോ ആയിട്ട് വരികയാണ് ബ്ലഡ് കൗണ്ട്, അങ്ങനെയെന്ന് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്താണ് ഡോക്ടർ കുറേ പറഞ്ഞത്. അമ്മ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കാണെങ്കിൽ നിൽക്കാനൊന്നും പറ്റുന്നില്ല, ബ്ലഡ് കൗണ്ട് കുറഞ്ഞിട്ട് വീഴാൻ പോവാണ്, ഭയങ്കര സീരിയസ് ആയ ഒരു കണ്ടീഷൻ തന്നെയാണ്. ICUയിൽ കയറ്റിയില്ല എന്ന് തന്നെ ഉള്ളൂ, ആ സ്റ്റേജ് വരെ പോയി. അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു കൗണ്ട് കുറവാണ്, ഇനി എന്ത് വേണമെങ്കിൽ ആവാം, ബ്ലഡ് വന്നിട്ട് നഖത്തുനിന്ന് നമ്മുടെ രോമത്തുനിന്ന് അങ്ങനെയൊക്കെ ബ്ലഡുകൾ വരാൻ വേണ്ടി ചാൻസസ് ഉണ്ട്, അത് ഈ സ്റ്റേജിൽ വന്നിരിക്കണം, പക്ഷേ ഇവൾക്ക് വന്നിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അപ്പം തന്നെ പറയണം, നമുക്ക് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു. എനിക്ക് 2 ചെറിയ കുട്ടികളാണ്. ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവിനെ ഉടമ്പടി ബ്രേക്ക് ചെയ്തതിന് ഞാൻ മാപ്പ് ചോദിച്ചു. അപ്പം തന്നെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം എടുത്ത് കേട്ട് ഉടമ്പടി തൈലം കൊണ്ടുവന്നിട്ട് കുറേ കിവി ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ ബ്ലഡ് കൗണ്ട് കൂടുന്നു പറഞ്ഞിട്ട് അതൊക്കെ 8 ദിവസത്തിൽ കുറേ ട്രൈ ചെയ്തു. പിന്നെ ബ്ലഡ് കൗണ്ട് കൂടാൻ വേണ്ടി ബ്ലഡ് കയറ്റി, എന്നിട്ട് പോലും എൻ്റെ ബ്ലഡ് കൗണ്ട് കൂടിയില്ല. ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടിട്ട് ഉടമ്പടി തൈലം അന്നത്തെ രാത്രി കഴിച്ചു. നാക്കിൽ പുരട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എത്ര പേരുടെ അടുത്തും ഫുള്ളും പോയിട്ട് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരുപാട് അമ്മയ്ക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ കുടുംബം ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ കാരണം കൃപാസനം മാതാവാണ്, ഈശോയാണ്. അതൊക്കെ അമ്മ പറയും, അവരെല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്, അവർ പറയും. അപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരുടെ അടുത്തും ഉടമ്പടി പേപ്പർ കൊടുത്തു, ഉടമ്പടി പത്രിക കൊടുത്തു, അവിടുത്തെ ഉപ്പ് കൊടുത്തു. നിറയെ പേർക്ക് അപ്പം തന്നെ കേട്ടിട്ട് ഞങ്ങളിവിടെ വരാം ഉടമ്പടി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ ആ വിശ്വാസം കൊടുത്തിട്ട് അന്നത്തെ രാത്രി ഉറങ്ങി. രാവിലെ എണീറ്റ് എൻ്റെ ബ്ലഡ് കൗണ്ട് സിസ്റ്റേഴ്സ് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൗണ്ട് ഇൻക്രീസ് ആവാൻ തുടങ്ങി. അതായത് ആ 8 ദിവസത്തിൽ ഒരു പൊട്ട് പോലും ഇൻക്രീസ് ആവുന്നുണ്ടായിരുന്നില്ല, ഡൗൺ ആയി പോവായിരുന്നു. ഈ പ്രവൃത്തി ഉടമ്പടി തൈലം കഴിച്ച ശേഷം നന്നായിട്ട് ബ്ലഡ് കൗണ്ട് വന്ന് ഇൻക്രീസ് ആവാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് വർഷങ്ങളായിട്ടുള്ള നടുവേദനയായിരുന്നു. അതും ഉടമ്പടി തൈലും ഉപ്പും ഉപയോഗിച്ചിട്ട് എനിക്ക് മാറി കിട്ടി. പിന്നെ വന്നിട്ട് എനിക്ക് രാത്രിയിൽ പെട്ടെന്ന് പാനിക് അറ്റാക്ക് ആവും, അതായത് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടുന്നത് പോലെ ഉറക്കത്തിൽ അങ്ങനെ എണീറ്റൊക്കെ ഇരിക്കും. ആ സമയത്തൊക്കെ ഉടമ്പടി തൈലും ഉപ്പും കഴിച്ച് മാതാവിൻ്റെ പ്രാർത്ഥനാ ബുക്ക് ഉടമ്പടി ബുക്ക് ഞാൻ നെഞ്ചത്ത് വെച്ച് ഉറങ്ങും. അപ്പം എനിക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കാഷ്വലായിട്ട് ഇങ്ങനെ പാനിക് അറ്റാക്ക് വരുമ്പോൾ അങ്ങനെ മയങ്ങും, ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരണം, എന്നിട്ടൊക്കെയാണ് മാറുക, പക്ഷേ നീ എങ്ങനെ അതിനെ ഓവർകം ചെയ്തു ആ സമയത്ത് അങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ മാതാവിൻ്റെ ബുക്ക് ഇങ്ങനെ നെഞ്ചത്ത് വെച്ചാൽ എനിക്ക് നല്ല ഉറക്കം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് നല്ല വിശ്വാസമുണ്ട്, ഒരു ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ വന്നത്, ഇല്ലെങ്കിൽ എന്തായാലും ഡോക്ടറെ കണ്ടാൽ മാത്രമേ അത് മാറുള്ളൂ അങ്ങനെ പറഞ്ഞിരുന്നു. ആ ഡോക്ടർ പറഞ്ഞ ശേഷം അതാണ് ഞാൻ ലാസ്റ്റായി ഡോക്ടറെ കണ്ടത്. അതിന് ശേഷം പിന്നെ എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായിട്ടില്ല. നടുവേദന അതുപോലെ മാതാവ് മാറ്റി തന്നു. പിന്നെ ഏറ്റവും വലിയൊരു മിറാക്കിൾ എന്ന് പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ ഒരു 55,000 രൂപ ബ്ലോക്കായിരുന്നു. അതായത് അക്കൗണ്ട് ഫ്രീസായി. അത് എൻ്റെ മാത്രം ക്യാഷല്ല, കുറച്ച് പേരുടെ ക്യാഷാണ്. എനിക്ക് അറിയില്ലായിരുന്നു സേവിങ് അക്കൗണ്ടിൽ കുറച്ച് ട്രാൻസാക്ഷൻ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളൊരു ചെറിയ ഫണ്ടൊക്കെ നടത്തുന്നത് കൊണ്ട് പല ലക്ഷത്തിൻ്റെ ട്രാൻസാക്ഷൻസ് ആയി അതിൽ. അപ്പോൾ അവർ പെട്ടെന്ന് ഫ്രീസ് ചെയ്തു, 55,000 രൂപ ഫ്രീസായി. അതിൻ്റെ പുറകിൽ
ഞാനൊരു 1.5 മാസത്തോളം നടന്നു. അവർ പറയണത് കറക്റ്റായിട്ടുള്ള പ്രൂഫില്ല, നിങ്ങളൊരു ചിട്ടൊക്കെ നടത്തുകയാണെങ്കിൽ അതിനുള്ള എല്ലാ ലൈസൻസ് അതിൻ്റെ ഇതൊക്കെ IT ഫയൽ ചെയ്യണം, അങ്ങനത്തെയൊക്കെ വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നാലെ കുറേ നടന്നു. എനിക്ക് ആ പൈസ കിട്ടണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചിട്ടി എടുത്തവർക്ക് അത് കൊടുക്കണമല്ലോ, എൻ്റെ മാത്രം ക്യാഷല്ല, അവരുടെയും കൂടെയാണ്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരുപാട് ആ സമയത്ത് പോലും ഞാൻ കുറേ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ആവശ്യം വരുമ്പോൾ മാത്രം തൊഴുതിയിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ 1.5 മാസം ടൈം എടുത്തത്. ആ 1.5 മാസം സമയത്ത് ഞാൻ ആ ലാസ്റ്റത്തെ ദിവസം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, രാത്രിയെല്ലാം പ്രാർത്ഥിച്ചു, രാവിലെ പ്രത്യക്ഷീകരണ പ്രയർ ചൊല്ലി, രാത്രിയെല്ലാം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ആവുന്നില്ല. രാവിലെ ആയി, മോർണിംഗ് പ്രയർ കഴിഞ്ഞു, എന്നിട്ടും ഒരു ആത്മവിശ്വാസത്തിൽ ചെയ്യുന്നുണ്ട്, എന്നിട്ടും മാതാവ് ചെയ്ത് തന്നില്ല. കറക്റ്റ് 7:16 രാവിലെ 7:16 ഒരു ബാങ്കും വർക്കിംഗ് അല്ല. അന്ന് ആ സമയത്ത് ആരും വന്ന് അൺഫ്രീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്തും 7:16 ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് നോക്കി, ആയില്ല. പിന്നെ ഞാൻ ഒരുപാട് കരഞ്ഞു, എനിക്ക് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുക്കണം, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൊടുക്കേണ്ടി വരും, മാതാവേ ഇതെനിക്ക് നീ അൺഫ്രീസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞ് കരഞ്ഞ് ഒരുപാട് വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണം പ്രയർ ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, മാതാവേ അമ്മയ്ക്ക് കഴിയാത്തതായി ഒന്നുമില്ല, പിതാവായ ദൈവം ഈ ഭൂമിയുടെ മേലും സ്വർഗത്തിൻ്റെ മേലും അങ്ങേക്ക് അധികാരം തന്നതിൽ പ്രതി ഞാൻ ചോദിക്കുന്നു. ആ അധികാരത്തെ ഞാൻ വിശ്വസിക്കുന്നു മാതാവേ, ആ അധികാരത്തെ നീ സത്യമാക്കണം. അത് സത്യമാണെങ്കിൽ ഇപ്പം ഈ പൈസ ഒന്നിൻ്റെ ആവശ്യമില്ല, ടൈമിങ്ങോ മാനേജറിൻ്റെയോ ആരുടെ ഒരു പ്രൂഫിൻ്റെ ആവശ്യമില്ലാതെ ഈ പൈസ ഇപ്പം ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞ് 7:17 ഞാനിത് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശ് രൂപ മുറുക്ക പിടിച്ച് ഉപ്പിട്ട് വിശ്വാസം പ്രമാണം ചൊല്ലി 7:18 ഞാൻ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു. എൻ്റെ ക്യാഷ് വന്ന് ട്രാൻസ്ഫർ ആയി. അതെനിക്ക് ഏറ്റവും വലിയൊരു സാക്ഷിയാണ്. അത് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞതാണ്. ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. എൻ്റെ അടുത്ത വീട്ടിലുള്ളവർക്കായാലും ഹസ്ബൻഡിനായാലും നിറയെ അനുഗ്രഹങ്ങൾ മാതാവ് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പറയാൻ ഇപ്പോൾ പറ്റില്ല, അവരില്ലാത്തത് കൊണ്ട് പറ്റില്ല. അതൊക്കെ വലിയ കാര്യങ്ങളാണ്, അത് അവർ വന്നിട്ട് പറയും. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ GH കൊണ്ടുപോയിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അതും വന്നിട്ട് വലിയ കാര്യങ്ങൾ തന്നെയാണ്. അതായത് മാതാവിനെ അറിയാം, അതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. ഈശോയെ മാത്രം തൊഴുതുന്ന ചർച്ച്, അത് പെന്തക്കോസ്ത് അങ്ങനെയൊക്കെ പറയും. അതായത് തമിഴ്നാടാണ്. എനിക്കത് എങ്ങനെയാണ് പറയാമെന്നറിയില്ല. അവിടെ പോയി എനിക്ക് മാതാവിന് കൊടുക്കാൻ പത്രമൊക്കെ കൊടുത്ത് അവരോട് പറയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരമ്മ വന്നിട്ട് അവരുടെ മോൻ ഇങ്ങനെ കിഡ്നി ഫെയിലിയറായിട്ട് ഇതേപോലെ ആ പെന്തക്കോസ്ത ചർച്ചിൽ കിടന്ന് കരയുമായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ പോകാൻ കാരണം, ഞാൻ GH ഇങ്ങനെ പത്രം കൊടുത്തിട്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ, ഒരു ചേച്ചി കരഞ്ഞുകൊണ്ടേ ഇരിക്കണു, എല്ലാവരുടെ അടുത്തും ചാർജർ ചോദിക്കണു, ഓടണു, ആരും ഹെൽപ്പ് അതായത് അവരെ കണ്ട ഒരു പാവം, അങ്ങനത്തെ അത്രയ്ക്കും പാവം. അപ്പോൾ ആരും ഹെൽപ്പ് ചെയ്യണില്ല. അപ്പം ഞാൻ പോയി എന്താ ചോദിച്ചപ്പോൾ ഇങ്ങനെ അറ്റാക്ക് വന്നിട്ട് കൊണ്ടുവന്നാണ്, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ആധാർ കാർഡിൻ്റെ ഫോട്ടോ വേണം, ആരും ചാർജർ തരുന്നില്ല, തമിഴിലാണ് പറയണത്, ആരും ചാർജർ തരുന്നില്ല, ഒന്ന് വാങ്ങി തരുമോ പറഞ്ഞ് എൻ്റെ അടുത്ത് കരയായിരുന്നു. അപ്പം ഞാൻ ഓരോരുത്തരുടെ അടുത്തായി പോയി ചോദിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തരാം, ഒന്ന് ചാർജർ കൊടുക്കുമോ? അങ്ങനെ അവർ ഒന്നും കൊണ്ടുപോയില്ല. ചാർജർ തരുമോ എന്ന് ചോദിച്ച് അവർക്കത് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് ചാർജർ ഇടിപ്പിച്ചിട്ട് ഞാൻ ഓട്ടോ പിടിച്ച് കടയിൽ പോയിട്ട് അവർക്കൊരു ചാർജർ, അതായത് അവരുടെ ഹസ്ബൻഡ് മരിച്ചിരുന്നു, അവർ പറഞ്ഞിരുന്നു, പക്ഷെ അത് അവർ ആക്സെപ്റ്റ് ചെയ്യണില്ല. എനിക്ക് ആ സമയത്ത് അറിയില്ല അവരുടെ ഹസ്ബൻഡ് മരിച്ചു എന്ന് എനിക്ക് അറിയില്ല. കുട്ടികളാണെങ്കിൽ 1.5 വയസ്സ്, 2.5 വയസ്സ്, ഒരു 5 വയസ്സ് പ്രായമുള്ള 3 കുട്ടികൾ. ഇതും ആ ചേച്ചിയും ആ ചേച്ചിയുടെ അനിയത്തിയും ഈ കുട്ടികളും അവിടെ കടന്ന് കരയാണ്. പക്ഷേ ഹസ്ബൻഡ് മരിച്ചത് അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് അങ്ങനെയല്ല പറയണത്, ചേച്ചി എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം, ഇങ്ങനെയാണ് പണ്ടാണ് അവർ പറയണത്. ഞാൻ കൃപാസന മാതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പത്രമൊക്കെ കൊടുത്തു, പക്ഷേ എനിക്കും അറിയില്ല അവരുടെ ഹസ്ബൻഡ് മരിച്ചു എന്ന്. ഞാൻ പിന്നെ പോയി ചാർജറും ആ കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളം, കുട്ടികൾ വിശന്ന് കരയാണ് അവിടെ കിടന്നിട്ട്, അവർക്ക് ബിസ്ക്കറ്റ് സ്നാക്സൊക്കെ വാങ്ങി കൊടുത്തിട്ട് ആരും അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ സെക്യൂരിറ്റീൻ്റെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു അവർ കൊണ്ടുവന്ന് കുറച്ച് നേരത്തെ തന്നെ മരിച്ചു, ഞങ്ങൾ പറഞ്ഞാൽ ആ കുട്ടികൾ ആക്സെപ്റ്റ് ചെയ്യില്ല, അതുങ്ങൾ എന്തൊക്കെയോ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ കുറേ ചീത്ത പറഞ്ഞു. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് കാര്യം, മാതാവേ ആ ചെറിയ കുട്ടികൾ അവരെന്ത് ചെയ്യും, നീ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് എനിക്ക് ഒരുപാട് സങ്കടം വന്നു. അപ്പം ഞാൻ കരഞ്ഞിട്ടാണ് ആ ബന്ധക്കോസ്ത ചർച്ചയ്ക്ക് ഞാൻ അവിടെ നിർത്തി, പ്രേക്ഷിത പ്രവർത്തനം അവിടെ നിർത്തിയിട്ട് ഞാൻ ആ ബന്ധക്കോസ്ത ചർച്ചയിൽ പോയി
ഒരുപാട് ഇരുന്ന് കരഞ്ഞു ആ കുട്ടികളെ ഓർത്ത്. 2 ചേച്ചിമാർ 22ഉം 23ഉം വയസ്സൊക്കെ കാണുള്ളൂ, ചെറിയ ചെറിയ ചേച്ചിമാർ. അപ്പം ഞാൻ ഒരുപാട് കരഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അമ്മ ഓടി വന്ന് അവിടെ നെഞ്ചത്തടിച്ച് കരയണത്. മകന് കിഡ്നി ഫെയിലിയർ ആണ്, ഒന്നുമില്ല, ഇനി വരും 2 മണിക്കൂറേ ഡോക്ടർ ടൈം പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയണത്. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് എനിക്ക് മാതാവിനെ അതായത് പ്രേക്ഷിത പ്രവർത്തനം നിർത്തി ഞാൻ അവിടെ പോയ കരഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് മാതാവ് എന്നെ അവിടുത്തെ ചർച്ചിൽ വെച്ച്, അതും മാതാവില്ലാത്ത ചർച്ചിൽ വെച്ച് എന്നെ മാതാവിനെ പറയിപ്പിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അമ്മയില്ലാതെ മകനില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ടും അവിടെ നടന്ന അത്ഭുതങ്ങളൊക്കെ ഇതിലുണ്ട്. അവർക്ക് തമിഴ് മാത്രമേ അറിയുള്ളൂ. തമിഴ് പത്രം കൊടുത്ത്, അതായത് കരഞ്ഞ് വെള്ളം പോലും കുടിക്കാതെ മയങ്ങിയ ചേച്ചിയെ ഈ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ച് ചേച്ചി എനിക്ക് നന്ദി പറഞ്ഞ് എൻ്റെ അവർക്ക് എന്തായി എന്ന് എനിക്കറിയില്ല, പക്ഷെ കരഞ്ഞ് മയങ്ങിയ ചേച്ചിയെ നല്ല സന്തോഷത്തോടു കൂടെ തിരിച്ചയക്കാൻ എനിക്ക് പറ്റി. പിന്നെ അവരെന്തായി എന്ന് എനിക്കറിയില്ല. ഇതുപോലെ കുറേ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അപ്പച്ചൻ ഡ്രസ്സില്ലാതെ കീറിയ ഡ്രസ്സിട്ട് റോഡ് സൈഡിൽ കിടന്നപ്പോൾ ഞാൻ പോയിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ട് ഉടുപ്പിച്ചു, ട്രൗസർ വാങ്ങി കൊടുത്തു, ഇടുപ്പിച്ചു, ചായ വാങ്ങിക്കൊടുത്തു. നിറയെ പേർക്ക് ഇതുപോലെ റോഡരികിൽ കാണുന്നവർക്കൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡിനൊന്നും അറിയില്ല, കുട്ടികളെയൊക്കെ വീട്ടിൽ വിട്ടിട്ട് ഞാൻ ആരും അറിയാതെ പോയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കുറേ കാരുണ്യ പ്രവൃത്തികളും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളം ഒരു ഹിന്ദുവായ എന്നെ ഇത്രത്തോളം എത്തിച്ച എൻ്റെ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഈ എഴുത്താരയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ശാന്തി. ഞാൻ കോട്ടയം ആനിക്കാട് പുല്ലാങ്തേടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് 2022 നവംബർ 16-ാം തീയതിയാണ്. ഇത് എൻ്റെ മകള് ആതിര. അവൾ നേഴ്സിംഗ് പഠനമായിരുന്നു. അവൾക്ക് ഭയങ്കര ഭയമായിരുന്നു പരീക്ഷയാകുമ്പോഴത്തേക്കും. എന്നും വിളിച്ച് അവൾ പറയുമായിരുന്നു, അമ്മേ എനിക്ക് പേടിയാണ്, ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പറയുമ്പോൾ എനിക്കും ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഈശോയും അമ്മ മാതാവും കൊച്ചിൻ്റെ കൂടെയുണ്ട്. പരീക്ഷയാകുമ്പോൾ കൊച്ചിൻ്റെ കൈ പിടിച്ച് ഈശോയും അമ്മയും എഴുതിക്കും. കൊച്ചിൻ്റെ പരീക്ഷ പേപ്പർ ഈശോയും അമ്മയുമാണ് മാർക്കിട്ട് തരുന്നത്. കൊച്ചൊന്നും ഭയപ്പെടണ്ട, അമ്മ ഉടമ്പടിയിലല്ലേ എന്ന് പറയുമായിരുന്നു. പിന്നെ ഞാൻ ഈ വചനം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തുറക്കുകയും ഇരുമ്പോടകൾ ഒടിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും എന്നും ഇത് ചൊല്ലിക്കൊണ്ട് നടക്കാൻ ഞാൻ പറയും. അവൾക്കത് ഇഷ്ടമായിരുന്നു. സന്തോഷമാകും, പിന്നെ ധൈര്യമാകും. അങ്ങനെ പരീക്ഷയെല്ലാം കഴിഞ്ഞു. നല്ല റിസൾട്ടാണ് അമ്മയും ഈശോയും കൂടെ അവൾക്ക് തന്ന് ഞങ്ങൾ രക്ഷിച്ചത്. അതിന് 1000 നന്ദി. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വീടും സ്ഥലവും വഴിയില്ലായിരുന്നു. ഞങ്ങൾക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുഞ്ഞു ഇടവഴിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 10-15 കൊല്ലമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് അവിടെ നിന്ന് വഴി സൗകര്യമുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് എവിടെയെങ്കിലും മാറണം. ഞങ്ങളുടെ ഓണറിൻ്റെ പറമ്പിൻ്റെ അതിരയിലാണ് ഞങ്ങളുടെ സ്ഥലം. ഇതാരും വന്ന് വാങ്ങിക്കത്തില്ല. അപ്പം ഞങ്ങൾ ഓണറിനോട് പറഞ്ഞു, ഈ സ്ഥലം എടുത്തിട്ട് ഞങ്ങൾക്ക് കാശ് തരണം. അവരെന്ത് ചെയ്താൽ അത് സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഒത്തിരി അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈശോയോടും അമ്മ മാതാവിനോടും പ്രാർത്ഥിച്ചു. ഞാൻ കൃപാസനം ഉപ്പ് പെരയ്ക്ക് ചുറ്റുമിട്ട് എന്നും വിശ്വാസപ്രമാണം ചൊല്ലുമായിരുന്നു. പിന്നെ കാശുരുവം കൊണ്ട് കുഴിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഓണറുടെ പറമ്പിലും കൊണ്ട് കൃപാസനം ഉപ്പും മാതാവിൻ്റെ കാശുരുവം കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവരങ്ങനെ സമ്മതിച്ചു, തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 സെൻറ്റ് സ്ഥലമേ തരുള്ളൂ, അതിനുള്ള കാശേ തരുള്ളെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 10 സെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു അത് പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 9 സെൻറ്റ് സ്ഥലം നല്ല വഴി സൈഡ്
വണ്ടി ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വരും. അങ്ങനെയുള്ള സ്ഥലം വാങ്ങിക്കാനുള്ള അനുഗ്രഹം ഈശോയും അമ്മ മാതാവും ഞങ്ങൾക്ക് തന്നു. അവിടെ എന്നും പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്കൊരു ഭവനത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 സ്ഥലം ഉണ്ടായിരുന്നു. അത് താഴത്തെ സ്ഥലത്തിന് ഇച്ചിരി കാശ് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ കണ്ട സ്ഥലം നല്ല സ്ഥലമായിരുന്നു. അവിടെ ചെന്ന ഉടനെ ഞാൻ അവിടെ ഉപ്പിട്ടു പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ആ സ്ഥലം തന്നെ കിട്ടി. പിന്നെ എന്നും ഞാൻ പോവുമായിരുന്നു, ഉപ്പും ആയിട്ട് പോവുമായിരുന്നു. പിന്നെ കൃപാസനം പ്രാർത്ഥനകൾ അവിടെ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വീടിന് വേണ്ടിയിട്ട് ലോണിന് വേണ്ടിയിട്ട് നടന്നു. ലോൺ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടി. അങ്ങനെ ആ ലോണ് മുഖേന അത് ഞങ്ങൾക്ക് പെര വെക്കാനുള്ള അനുഗ്രഹം ഉണ്ടായി. പെര വെക്കാൻ ഓരോ പരിപാടി നടക്കുമ്പോഴും ഞാൻ ഈ കൃപാസനം ഉപ്പുമായിട്ട് എന്നും പോകുമായിരുന്നു. പോയി 4 മൂലയ്ക്ക് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കൃപാസനം തൈലം കൊണ്ട് അവിടെയെല്ലാം കുരിശ് വരയ്ക്കുമായിരുന്നു. കൃപാസനത്തിലെ പ്രാർത്ഥനകൾ മുഴുവൻ ഞാൻ അവിടെ കൊണ്ടുവച്ച് കേൾക്കുമായിരുന്നു. അവിടെ ഇരുന്ന് പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. എന്ത് നേരമില്ലെങ്കിലും ഞാൻ എന്നും പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ പെരയെ അനുവദിച്ചു. പെര നന്നായിട്ട് പണിയാൻ പറ്റി. ഇപ്പോൾ ആര് കണ്ടാലും ഇതെങ്ങനെ കിട്ടി ഈ സ്ഥലം, ഈ പെര എങ്ങനെ ഇങ്ങനെ ഇത്രയും നന്നായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റി? പുള്ളിക്കാരനൊരു ശകലം മേലാഴി ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ഈ പെര അങ്ങനെ പുള്ളിക്കാരനെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ഒരു സാറ് SI ആയിരുന്നു. ആ സാറ് മുഖേന ഞങ്ങൾക്ക് പെര പണിത് തന്നു. ഞങ്ങൾക്കൊരു റിസ്ക്കും ഇല്ലായിരുന്നു. പുള്ളി വന്ന് ഞങ്ങൾ കാശ് എല്ലാം റെഡിയാക്കി കൊടുത്താൽ മതിയായിരുന്നു. പുള്ളി വന്ന് സഹായിച്ച് എല്ലാം പണിയിപ്പിച്ച് തന്നു. അങ്ങനെ നല്ലൊരു ഭവനം കിട്ടി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം സാക്ഷ്യം പറയാൻ വന്നപ്പം ഇവിടുന്ന് പറഞ്ഞു, അടുത്ത പ്രാവശ്യം പെര പണിത് താക്കോലുമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താക്കോലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ കയറി താമസിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. നവംബർ 15-ാം തീയതിയാണ് ഞങ്ങൾ കയറി താമസിച്ചത്. ഇത്രയും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് എല്ലാവർക്കും കൊണ്ടു കൊടുക്കും. പിന്നെ എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം എല്ലാവരോടും പറയും. അങ്ങനെ ഒത്തിരി പേര് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ അനുഗ്രഹിച്ചു, ദൈവം അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ പൊതിച്ചോറുകൾ ഇങ്ങനെ പൊതിച്ചോറുണ്ടാക്കി ഈ മെഡിക്കൽ കോളേജിലുള്ളവർക്കും പിന്നെ ആശ്രമത്തിലുള്ളവർക്കും എല്ലാം കൊണ്ടു കൊടുക്കുമായിരുന്നു. പിന്നെ ഉള്ളവരെയെല്ലാം കാണാൻ പോകുമായിരുന്നു, രോഗികളെ കാണാൻ പോകുമായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇത്രയും ഞങ്ങൾക്ക് സാധിച്ചു തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഇനിയും ഞങ്ങൾ ഇതുപോലെ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇനി എന്നും ഈശോയുടെയും അമ്മയുടെയും സാക്ഷികളായി ജീവിച്ചു കൊള്ളാമെന്നും ഞാനും എൻ്റെ കുടുംബവും ജീവിച്ചു കൊള്ളാമെന്നും പറയുന്നു.